ഹലോ യൂട്യൂബ് വ്യൂവേഴ്സ്, ഐ എം യാസിർ. ഞാൻ ജിയോ. ഞങ്ങളിപ്പോൾ ഡൻകിർക്ക് പടം കണ്ടിട്ട് വന്നതാണ്. പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു, വളരെ അടിപൊളിയായിരുന്നു. പിന്നെ ഭയങ്കര സംഭവമായിരുന്നു, മാരക പടം അല്ലേ? ക്രിസ്റ്റഫർ നോളന്റെ സാധാരണ പടം പോലെ അത്ര ഭയങ്കര സാധാരണ പ്ലോട്ട്, സാധാരണ പുള്ളിക്കാരന്റെ പടം പോലെ പടമൊന്നും അല്ല. അതായത് 2-3 പ്രാവശ്യം കണ്ടാലേ മനസ്സിലാവും. അങ്ങനെ പടമൊന്നുമല്ല, ഇത് ഒറ്റ പ്രാവശ്യം കണ്ടാലേ മനസ്സിലാവും. ചെറിയ കഥയാണ്. പക്ഷേ എന്താ പറയാ, ആ ഒരു വിഷ്വൽസ്, പ്രാക്ടിക്കൽ എഫക്ട് കാണണമെങ്കിൽ ഈ ഗ്രാഫിക്സ് കണ്ട് കണ്ണ് മഞ്ഞളിച്ച്, ഗ്രാഫിക്സ് ഒന്നും ഇല്ല ഇതിൽ, നേരിട്ട് പോയി. അതായത് ഈ പുള്ളിക്കാരൻ അതിനകത്തുള്ള ആക്ടറിന്റെ കൂടെ 2ാം ലോക മഹായുദ്ധത്തിൽ പോയി അല്ലേ, ആ സമയത്ത് ഡങ്കിർക്കൊക്കെ കണ്ട് അവരുടെ കൂടെ നമ്മളും യാത്ര ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ. നമ്മള് ബ്രിട്ടീഷുകാരുടെ അവിടുത്തെ ആ കപ്പലിലുള്ള പിള്ളേരുടെ അഭിനയമൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയൊരു സബ്ജക്റ്റ് ആണ്. അതായത് തുടക്കം കുറച്ച് പറഞ്ഞുതരാം. അതിനകത്ത് ആക്രമിക്കുന്നത് ജർമ്മനിയാണ്. അതെ. അതിനകത്ത് ആക്രമണം മേടിക്കാൻ വേണ്ടി നിൽക്കുന്നത് ഫ്രാൻസും ബ്രിട്ടനും കൂടെയാണ്. അപ്പൊ ഇവരവിടെ കുടുങ്ങി കിടക്കുകയാണ്. ആ ഒരു ബേസിക് ആ ഒരു സാധനം, ഇപ്പൊ ഇവൻ പറഞ്ഞ സാധനം തന്നെ സിനിമ നിറച്ചുള്ളൂ. ജർമ്മൻ എന്നുള്ള കാര്യം അവർ പറഞ്ഞു ഒന്നും വരില്ല, നമുക്ക് മനസ്സിലാവില്ല. മിസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം. തുടക്കത്തിൽ കുറെ ട്രെയിലറൊക്കെ ഇല്ലേ, ട്രെയിലർ കോഴിക്കോട് വരികയാണെങ്കിൽ കോഴിക്കോട് നിന്നാണ് കാണുന്നതെങ്കിൽ ക്രൗഡിലേ കാണാൻ പാടുള്ളൂ. പിന്നെ വേറെന്താ, പിന്നെ പടത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ പിന്നെ ഭയങ്കര സയൻസ് തലയുള്ളവന്മാർ ഇതിൽ പോകുന്നില്ല, കാരണം ഇത് സയൻസ് അല്ല. പിന്നെ ഒരുമാതിരി തിയറിയും പഠിച്ച്, ഇത് ഹിസ്റ്ററിന്റെ സാധാരണക്കാരുടെ സാധനമാണ്. പിന്നെ ആസ് യൂഷ്വൽ വേറെന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? പിന്നെ എന്താ പറയാ, കഥയൊന്നും മനസ്സിലായില്ല അവസ്ഥ വരാണെങ്കിലും മനസ്സിലായി ഇറങ്ങിയതാണ്. അതെ, ഞങ്ങൾക്ക് വരെ മനസ്സിലായിട്ടുണ്ട്. എന്നാ ശരി, 2-3 തമാശയുണ്ട്, ചിരിക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ നടക്കണം. പക്ഷെ ആരും ചിരിച്ചില്ലല്ലോ തമാശ. ഇന്റലക്ച്വൽ, അതായത് അതെ ഇയാളെ കുറച്ച് പിന്നെ ഞങ്ങൾ ചിരിച്ചപ്പോ തമാശയാക്കിയത് നോക്കണ്ട, സിനിമ സൂപ്പർ സിനിമയാണ്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഈ ക്രിസ്റ്റഫർ നോളന്റെ പടം എന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ പടമാണ്. പക്ഷെ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെമിലിയർ അല്ലാത്ത ആൾക്കാരാണ്, നമുക്കൊന്നും ആരും അറിയില്ലല്ലേ സിനിമയിൽ അഭിനയിച്ച. അപ്പനാണോ മോനാണോ ഒരു 3 പേര് ഒരേപോലെ ഉണ്ട്, ആരാ മരിച്ചത് ആരാ ജീവിച്ചതെന്നും ചെറിയൊരു കൺഫ്യൂഷൻ. എപ്പോഴും കാണിക്കുന്ന 3 പേര് വിമാനം ഓടിക്കുന്നതാണ്, എല്ലാം കൂടെ ഒരുപോലെ. അതാണ് സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടില്ല ആരാന്ന്. ചിലപ്പോ ഈ ചൈനീസ് പറയുന്നത് ആരെങ്കിലും മനസ്സിലാവില്ല അതേപോലെ. പക്ഷെ ബാക്കി അയാളെ പെർഫെക്റ്റ് ജോലി ചെയ്തിട്ടുണ്ട്. കുറച്ച് ശരി, ബൈ. കഥാപാത്രങ്ങളെ എക്സ്പെഷ്യലി ഇംഗ്ലീഷ് വന്നാൽ എനിക്ക് പ്രശ്നം, ഇംഗ്ലീഷ് അറിയില്ല.